വൈരാഗിയെ ഗ്രഹസ്ഥനാക്കി മാറ്റിയതവളാണ്. അവളാണ് പ്രേമത്തിന്റെ നിർവചനം പഠിപ്പിച്ചത്. എല്ലാവർക്കും വിജയനമ്പർ വ്ളോഗ്സിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ടാറ്റ BS6 കേസിൽ ഇറക്കിയിട്ടുള്ള 12 മീറ്റർ AITP ടൂറിസ്റ്റ് ബസ്സാണ്. തിരുവനന്തപുരത്തുള്ള നന്ദു ട്രാവൽസിന്റെയാണ് ഈ പുതുപുത്തൻ ടൂറിസ്റ്റ് ബസ്. ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം 1 മാസത്തോളം ആകാനായി. അപ്പൊ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ബൈപ്പാസിനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ടൈം വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് പ്രകാശിൻ്റെ സെഡസ്ത്ര ലുക്കിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ടാറ്റയുടെ 1622 6200 വീൽ ബേസിലുള്ള ചേസിലാണ് പ്രകാശ് നന്ദു ഈ ബോഡി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ടാറ്റയുടെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 5635 cc ആണ്. വണ്ടി ടാറ്റ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എൻജിൻ എന്ന് പറയുന്നത് ടാറ്റയുടെ കുമിൻസ് എന്ന് പറഞ്ഞ എൻജിൻ്റെ B5.6 ലിറ്റർ എൻജിനാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. വണ്ടിയുടെ പവർ നമുക്ക് നോക്കുകയാണെങ്കിൽ 220 HP ആണ് ടാറ്റയുടെ 1622 പവർ വരുന്നത്. അതുപോലെ ടോർക്ക് ആണെങ്കിൽ 850 Nm അറ്റ് 1000 to 1600 RPM ആണ് അതിൻ്റെ ടോർക്ക് വരുന്നത്. അതുപോലെ ഇതിൻ്റെ വീൽ ബേസ് നേരത്തെ പറഞ്ഞ പോലെ 6200 mm ആണ് വണ്ടിയുടെ വീൽ ബേസ് വരുന്നത്. ഇത് നമുക്ക് പ്രകാശിൻ്റെ സെഡസ്ത്ര ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് പോർഷനിൽ നല്ലൊരു ലിവറി സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലെ ലിവറിയും കാണിച്ചാൽ ഒരു കിടക്കൻ ലിവറിയാണ് സൈഡിൽ ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ നമ്പർ 01DD 2597 എന്നുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് ആ ഒരു വയലറ്റ് അല്ലെങ്കിൽ ലാവൻഡർ കളറിൽ അടിപൊളിയായിട്ട് കിടലനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് പോർഷൻ ലുക്കിലേക്ക് നോക്കാം. എൻ്റെ പൊന്നോ, ഒരു അടിപൊളി ലിവറിയാണ് ഇതിനകത്ത് നന്ദു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിടിലെന്ന് പറയാം. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കി ഒരു ഔളാണെന്ന് തോന്നുന്നു, മുങ്ങ. ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സ് വർക്ക് സ്റ്റിക്കർ വർക്കാണ് ചെയ്തിട്ടുള്ളത് ആലഞ്ചേരി ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ ലിവറി ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വണ്ടിയുടെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് 11865 mm ആണ്. ബാക്ക് ലുക്കിലേക്ക് നോക്കിയാലും ആ ലിവറി അടിപൊളിയായിട്ട് അവിടെ വേറെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലാവൻഡർ കളറിൽ ആ ഒരു റെഡ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ആ ഒരു ലിവറിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രകാശിൻ്റെ ലോഗോ കാണാം. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? കിടിലനായിട്ടില്ല. ബാക്ക് നോക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ആ ഒരു AITP ആണ്, നല്ല കളറുള്ള വണ്ടിയാണെന്ന് മനസ്സിലാവും. നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ ബാക്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാറ്റയുടെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 350 ലിറ്റർ ഡീസലാണ്. ആഡ് ബ്ലൂവിൻ്റെ കപ്പാസിറ്റി വരുന്നത് 60 ലിറ്ററാണ്. ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സൈസ് 295/80 22.5 സൈസിലുള്ള ടയേഴ്സാണ്. JKയുടെ ടയേഴ്സാണ് കമ്പനി വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് 12 മീറ്റർ ആയിട്ട് നല്ല കിഡിലൻ ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഈ ഒരു ബാക്ക് സ്പേസ് ഫുള്ളായിട്ട് ഡിക്കി ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നാ ഒരു സ്പേസാന്ന് നോക്കി. ആ ഒരു പോർഷനിലേക്കും അതുപോലെ ഈ ഒരു പോർഷനിലേക്കും ടോപ്പ് പോർഷനിലേക്കുമായിട്ടൊക്കെ ഒരു അടിപൊളിയായിട്ട് ഡിക്കി സ്പേസ്. ഇവിടെ കുറേ കാര്യങ്ങൾ കൊള്ളുകയും ചെയ്യും. ഇപ്പോൾ
ഒരു ലോങ് ട്രിപ്പ് പോകണമെങ്കിലൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനായിട്ടുള്ള അത് അത്യാവശ്യം നല്ല സ്പേസ് ഇതിൻ്റെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ചേസ് വരുന്നത് ഈ ഒരു പോർഷൻ വരെയാണ്. ഇതാ ബാക്ക് പോർഷനോട് ഡെക്കി സ്പേസിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സൈഡിലെ ഓപ്പണിംഗ് ആണിത് അല്ലേ. ഇവിടെ ആയിട്ട് 2 തട്ട് കൊടുത്തിട്ടുണ്ട്, മുകളിൽ തട്ടുണ്ട്, അത് താഴെയായിട്ട് സ്പെയർ വീലിനായിട്ട് ഒരു ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് സ്ലോപ്പിലായിട്ട് പോയിട്ടുള്ള ഒരു സ്പേസാണ്. ഇതാ സൈഡിലായിട്ട് ഇതാ 1, 2, 3 കള്ളികൾ ഓപ്പണിംഗ് ഡിക്കി സ്പേസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 2 തട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫുള്ള് 2 തട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ബാറ്ററി 12 വോട്ടിൻ്റെ 2 ബാറ്ററിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 150 AHൻ്റെ 2 ബാറ്ററി ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡ്രൈവർ ക്യാബിൽ നിന്നുള്ള ലുക്ക് നോക്കാം. ടാറ്റയുടെ കിടിലൻ സ്റ്റിയറിംഗ് വീല്, അതുപോലെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഉള്ളിലെ ലൈറ്റ്സിൻ്റെ ഒക്കെ സ്വിച്ചുകൾ വന്നിട്ടുണ്ട്, മോണിറ്റർ വന്നിട്ടുണ്ട്, AC ഓപ്പറേറ്റീവ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയും ബാക്കിയുള്ള ലൈറ്റുകൾ കാര്യങ്ങൾ പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലച്ചിൻ്റെ ഡയമീറ്റർ വരുന്നത് 350 mm ആണ്. ഇനി ഗിയറിൻ്റെ ലുക്കിലേക്ക് നോക്കുമ്പോൾ G750 OD, അതിൽ 6 ഫോർവേഡ് ഗിയറും 1 റിവേഴ്സ് ഗിയറാണ് വരുന്നത്. അപ്പോൾ ടാറ്റയുടെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങൾക്കും ഡീഫോൾട്ടായിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ ഈ ഒരു സസ്പെൻഷൻസ് ഉള്ള സീറ്റുകളാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കാരും ആ ഒരു സീറ്റ് തന്നെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലും ആ സീറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്, റീപ്ലേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡ്രൈവറുടെ കംഫർട്ട് നല്ല കിടിലനായിട്ട് ഈ ഒരു സീറ്റ് നമുക്ക് തരുന്നതാണ്. അതുപോലെ ടാറ്റയുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രത്യേകത ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ്. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു അഡ്ജസ്റ്റബിൾ ഉണ്ട്. അതുപോലെ നമുക്ക് ഹൈറ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്, ഇത് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മുകളിലേക്ക് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അഡ്ജസ്റ്റിനനുസരിച്ച് അവിടെ കറക്റ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ലോക്ക് താഴേക്ക് റിലീസ് ചെയ്താൽ മതി. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നന്ദൂരിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയാം. 1998 മുതൽ ഒരു ടൂറിസ്റ്റ് ഫീൽഡിലുള്ള ഒരു ഓപ്പറേറ്ററാണ് നന്ദു. തിരുവനന്തപുരത്ത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയപ്പെടുന്ന ഒരു ഓപ്പറേറ്ററാണ്. ഇപ്പോഴത്തെ ഓണർ അയക്കുന്ന കിരൺ ചേട്ടൻ്റെ ഫാദർ വിജയൻ ചേട്ടനായിട്ട് തുടങ്ങിയ ഒരു ഓപ്പറേറ്റർ സർവീസാണ് നന്ദു ട്രാവൽസ് എന്നുള്ളത്. ഇവർക്ക് ഇപ്പോൾ ഏകദേശം 4 ബസ്സുകളാണ് ഇപ്പോൾ ഇവരുടെ കൈവശമുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ടാറ്റ വണ്ടികളാണ് ഇവർ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇവർ പുതിയ AITP 12 മീറ്റർ ബസ് എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴും ടാറ്റയിലേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം തിരുവനന്തപുരത്ത് പോപ്പുലർ മെഗാ മോട്ടോഴ്സ് എന്നാണ് ഇവർ ടാറ്റയുടെ ഈ ഒരു ചേസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 29.5 ലക്ഷം രൂപയാണ് ഈ ഒരു ടാറ്റ ചേസിന് വില വരുന്നത്. അതായത് നമ്മുടെ കറണ്ട് റേറ്റാണ് പറയുന്നത്. നമുക്കിനി മാർക്കറ്റ് വാല്യൂ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ റേറ്റും ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രകാശിൽ നിന്ന് ചെയ്യുന്ന സീറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു സീറ്റ് പുഷ് ബാക്ക് സീറ്റാണ് നന്ദു ട്രാവൽസ് ഇതിനുള്ളിൽ വെച്ചിട്ടുള്ളത്. 2x2 പാറ്റേണിൽ 47 പുഷ് ബാക്ക് സീറ്റുകളാണ് ഇതിനുള്ളിൽ വന്നിട്ടുള്ളത്. അത് ഈ സീറ്റിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലെ വീതി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം സീറ്റ് തന്നെ അത്യാവശ്യം വീതിയുള്ള സീറ്റാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. സ്റ്റെല്ലാർ എന്നൊരു കമ്പനിയുടെ സീറ്റുകളാണ് ഇതിനുള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇത്രയും സ്പേസ് കൂടെ അതിനകത്ത് ബാക്കി വന്നിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് എത്ര ഒരു വീതിയുള്ള ആളാണെങ്കിലും തടിയുള്ള ആളാണെങ്കിലും നല്ല സുഖമായിട്ട് ഇരിക്കത്തക്ക വീതിയിലുള്ള വീതി ഈ ഒരു സീറ്റിന് സ്റ്റെല്ലാർ എന്നുള്ള കമ്പനി കൊടുത്തിട്ടുണ്ട്. ആ ഒരു സീറ്റാണ് നന്ദു ട്രാവൽസ് ഈ ഒരു ബസ്സിനുള്ളിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ പുഷ് ബാക്ക് കംഫർട്ട് നോക്കാം. ഈ ഒരു ഇത്രയും ഒരു റിക്ലൈനിങ് ഈ ഒരു സീറ്റിന് ഈ ഒരു സ്റ്റെല്ലാർ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ലോങ് യാത്രയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിൽ പുഷ് ബാക്കായിട്ട് നന്ദു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് ബർത്തിൻ്റെ പോർഷനിലേക്ക് നോക്കിയാൽ 2 റീഡിംഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചുകൾ ഇവിടെ തന്നെയാണ്. അതുപോലെ AC വെൻറ്റ്, അതുപോലെ USB പോർട്ട് ചാർജിങ് പോയിൻറ്റ് മുകളിലായിട്ട് 2 പേർക്കുള്ളത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ ലൈറ്റ് വർക്കും സിസ്റ്റം വർക്ക്സും ഒക്കെ ഇനിയും കഴിയാനുണ്ട്. ട്രിപ്പുകൾ വന്ന് ഇറക്കിയതിന് ശേഷം ഒരുപാട് ട്രിപ്പുകൾ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിന് പോകാൻ പറ്റിയിട്ടില്ല. ബർത്തിലായിട്ട് 2 സൈഡിലും യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് ഗാങ് വേല് ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ് ഗാങ് വേലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി സെറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വീഡിയോ എടുക്കാം. ഓക്കെ, 1 ടീം 1 റൂൾ നന്ദു എന്നുള്ള അവരുടെ ആ ഒരു കിടിലൻ ബ്രാൻഡിങ് എല്ലാ സീറ്റ് കവറിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയറിലായിട്ട് ഇതാ ഫ്രണ്ടിലായിട്ട് 55 ഇഞ്ച് TV കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻട്രലായിട്ട് ഇതാ ഇവിടെ ഒരു 32 ഇഞ്ചിൻ്റെ TV സെൻട്രലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരു സൗണ്ട് വരുന്നത് എങ്ങനെയുണ്ട്? കിടലായാലും ഇപ്പോൾ ടാറ്റയുടെ BS6 വണ്ടികൾ നല്ല അടിപൊളി ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ നമുക്ക് നന്ദുവിൻ്റെ ATV ബസ്സിൻ്റെ സാരി നമുക്ക് പരിചയപ്പെടാം. ഇവിടുത്തെ പേര് ശരത്. ശരത്, ആ ഓക്കെ. വീട് ഇവിടെ തന്നെ കാഞ്ഞിരക്കുളത്തിനാണ്. നമ്മൾ ഇപ്പം നന്ദുവിൽ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? നന്ദുവിലിപ്പം 8 വർഷമാവും. 8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടാറ്റ ഇവര് കൂടുതലായിട്ട് ടാറ്റ വണ്ടികളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എങ്ങനെ ടാറ്റയുടെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് എങ്ങനെ ഇത്ര വർഷം ഓടിച്ചൊരു? ടാറ്റയുടെ 2015 തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. അവരെ ടാറ്റയുടെ BS3 BS4 ഓരോ ഇതിലും ഓടിച്ചിട്ടുണ്ട്. ഇപ്പം BS6 അതിനെ വെച്ച് നോക്കുമ്പോൾ BS3 BS4 വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററാണ്, നല്ല ബെറ്ററാണ് BS6. പിന്നെ പവർ സ്റ്റിയറിംഗ് ഒക്കെ BS3 BS4 ഒക്കെ ഇച്ചിരി പുറകിലോട്ടായിരുന്നു. പക്ഷെ അത് ഇപ്പൊ ഇതിൽ ക്ലിയർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മൈലേജ് വലിവ് കാര്യങ്ങളെല്ലാം പക്കാക്കിയിട്ടുണ്ട്. മൈലേജ് 4.2 കിട്ടുന്നുണ്ട്. നോൺ AC ഞങ്ങള് ഹൈ റേഞ്ച് റൂട്ടൊക്കെയാണ് ഓടിയത്. 3.4 3.5 ഒക്കെ റേഞ്ചിൽ കിട്ടും. ബൈപ്പാസിൽ കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കും. പൊതുവെ ടാറ്റ എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു ചെറിയൊരു മുഖം ചൊളിച്ചിലുണ്ടാവാറുണ്ട്. ഇതൊരു ടാറ്റ ഓടിച്ച് വെച്ചിട്ട് എന്താണ് ടാറ്റയെ പറ്റി? ടാറ്റ മുമ്പ് എല്ലാവർക്കും ഇത് തന്നെയായിരുന്നു കംപ്ലൈന്റ്. ടാറ്റയുടെ ഈ പവർ സ്റ്റിയറിങ്, പവർ ചൂട്, അതൊക്കെ ഇപ്പം BS6 അവർ പരിഹരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. ചൂടൊക്കെ നല്ല കുറവുണ്ട്. BS3 ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല നല്ല മാറ്റമുണ്ട്. വണ്ടി ATP വണ്ടി ഇറക്കിയല്ലോ, എങ്ങനെയുണ്ട്? എത്ര ട്രിപ്പ് പോയി? ഇപ്പം ATP പോയി ഇറക്കി ഞങ്ങളിപ്പോൾ 3-4 ട്രിപ്പ് കഴിഞ്ഞ. യാത്രക്കാരുടെ പ്രതികരണം എങ്ങനെയുണ്ട്? യാത്രക്കാര് കുഴപ്പമില്ല, നല്ല പ്രതികരണം തന്നെയാണ് എല്ലാവർക്കും. +2 വെള്ള വണ്ടി കാണുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു കളർ കാണുമ്പോഴേ ആൾക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ല. അത് എവിടെ പോയാലും എല്ലാം ചെയ്യും, ചേട്ടാ കളർ കോഡ് മാറിയോ എന്ന് ചോദിക്കും. ATP എന്ന് പറയുമ്പോൾ ശരി. പിന്നെ യാത്രയ്ക്കും നല്ല സുഖമാണ്. ടാറ്റ ഇപ്പം കുറച്ച് അധികം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട്. നിങ്ങൾ പലരും ടാറ്റ ബസ്സിന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കമന്റുകൾ കൂടുതൽ വരുന്നത് ഭയങ്കര പുച്ഛപ്പെട്ടിട്ടാണ്. പക്ഷെ നിങ്ങൾ ടാറ്റയുടെ പെർഫോമൻസ് BS6 വന്നപ്പം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ടാറ്റ എന്നുള്ളൊരു ബ്രാൻഡ് ഇനി വാങ്ങാനായിട്ട് നിങ്ങൾ മടിച്ച് നിൽക്കണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നൊരു മോഡലാണ്. ഇപ്പം പല കാറ്റഗറിയിലും ടാറ്റ, ഇപ്പം സ്ലീപ്പർ കാറ്റഗറിയിൽ വരെ ടാറ്റയുടെ വണ്ടികൾ നല്ല മികച്ചതായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നന്ദുവിൻ്റെ പുതുപുത്തൻ 12 മീറ്റർ ടാറ്റ ചേസിൽ ഇറക്കിയിട്ടുള്ള ATP ബസ് അതിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ബസ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പുതുപുത്തൻ ബസ്സുകളുടെ വിശേഷമായിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രം ബിഗ് നിലമ്പൂർ.